ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഈ ഒരു ഉരുളി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. യെസ്, ഇതാണ് എൻ്റെ പുതിയ ഉരുളി, ഓട്ടുരുളി. ഈ ഓണത്തിന് ഓട്ടുരുളിയിൽ പായസം വെക്കണം എന്നൊരു മോഹം. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു കടയിൽ പോയതാണ്. ഇത് നമ്മുടെ പരുമല മാന്നാർ സൈഡിലുള്ള ഒരു കടയാണ്. ഓക്കെ, ടി വിയിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ പായസം വെക്കാൻ പോകുന്ന ഈ ഓട്ടുരുളിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ തുടങ്ങിയ ഒരാഗ്രഹം. എനിവേ, നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം പോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ട്രഡീഷണൽ വെസൽസാണ്, ട്രഡീഷണൽ ആയിട്ടുള്ള പാത്രമാണ് ഈ ഓട്ടുരുളി. അപ്പം ഞാൻ പോയ കടയിലെ വിശേഷമാണിത്. ഭയങ്കര ഭംഗിയാണ്, നല്ല കളർഫുള്ളായിട്ട്, അതായത് നല്ല ഗോൾഡൻ കളറിൽ ഈ ഓട്ടിൻ്റെ പാത്രങ്ങളും നിലവിളക്കും എന്ന് വേണ്ട നമുക്ക് ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനൊരു ഈ വീഡിയോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതായി നോക്കി, ഇതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ? എന്ത് കളറാണെന്നറിയോ? നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു പാത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ല നല്ല ഗോൾഡൻ കളറിൽ ഭയങ്കര ഇതാണ്. ഇനി ഓട്ടുരുളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസൊക്കെ ഇച്ചിരി കൂടുതലാണെങ്കിലും നമ്മുടെ ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ല ബെറ്ററാണിത്. എല്ലാത്തരം നമുക്ക് ഒരു വീട്ടിൽ ആവശ്യമുള്ള തൂക്കുകളൊക്കെ കാര്യങ്ങളെല്ലാം ആണ്. ഇതാണ് ആ കടയിലെ ചേട്ടന്. അപ്പം പുള്ളി ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു, എല്ലാം പറഞ്ഞൊക്കെ തന്നു. അവിടുത്തെ എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സും കാര്യങ്ങളും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിനോടാണെങ്കിലും നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ഓരോന്നും നമുക്കിങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കൃഷ്ണൻ്റെ ഒരു അടിപൊളി നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണൻ. എന്താ നോക്കാം, ജീവനുള്ള പോലെയുള്ള ഒരു കൃഷ്ണൻ്റെ അത് ഓടി തീർത്തതാണ്. അതുപോലെ ഇത് കണ്ട മണി എല്ലാം ചേട്ടൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് പറ, പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇതിൻ്റെ വലുതൊക്കെ. ഇതിപ്പം ക്രാഫ്റ്റ് ഐറ്റംസ് പോലെ തന്നെ നമുക്ക് മാരേജ് ഫങ്ഷൻസിന് അല്ലെങ്കിൽ വീട് മാറ്റത്തിനൊക്കെ നമുക്കത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇത് കണ്ട, ഇത് നല്ല ഭംഗിയാണ്. ഇതിനകത്തിൽ താമരപ്പൂവൊക്കെ ഇട്ട് വെക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഓടിൻ്റെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ചേട്ടൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഓരോന്നും അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തന്നത്. ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയാണ്. ഇത് വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ടിരിക്കും. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിൻ്റെ കടയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എവിടാണെന്നൊക്കെ. അതായത് മണി, ഇത് നല്ല ഭംഗിയാണ്. ഇതൊക്കെ വീടിൻ്റെ മുന്നിൽ ഇപ്പോൾ എല്ലാവരും ഇതുപോലെ കോളിംഗ് ബെല്ലൊക്കെ മാറ്റി ഇങ്ങനെയുള്ള മണികളാണ് തൂക്കിയിടുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇത് എന്തായിരുന്നു ഇതിൻ്റെ പേര് പറഞ്ഞൊന്ന് മറന്നുപോയി. ഗണപതി വിളക്കോ ഒക്കെ. ഇത് നമ്മുടെ പഴയ കോളാമ്പി എന്ന് പറയുന്നതാണ്. അങ്ങനെ എല്ലാം നമുക്ക്, ഞാനിപ്പം പോയത് ആക്ച്വലി ഓട്ടുരുളി മേടിക്കാനാണ് പോയത്. അപ്പം ആ കടയുടെ പേരാണ് പ്ലാസ ഹാൻഡിക്രാഫ്റ്റ്സ് മാന്നാർ. അതാണ് അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. പ്രസൻറ്റേഷൻ ഐറ്റംസും വെസൽസ് എല്ലാം, ഓൾ കൈൻഡ് ഓഫ് വെസൽസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കടയിൽ തന്നെ പോകണം. ഇത് പരുമല മാന്നാറിലാണ്. ഇനിയിപ്പോൾ എൻ്റെ ഓട്ടുരുളിയെക്കുറിച്ച് പറയാമേ. അപ്പം ഞങ്ങൾ ഇതുപോലുള്ള ഒരു ഓട്ടുരുളിയാണ് മേടിച്ചത്. അടിപൊളി ഓട്ടുരുളി, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്കിപ്പം ഗ്യാസ് വെക്കാവുന്ന ടൈപ്പാണ് ഞാൻ മേടിച്ചത്. ചെറിയ ഉരുളി, ഒരുപാട് വലുതല്ല, പക്ഷെങ്കിൽ 3.25 കിലോയോളമുണ്ട്. എപ്പോഴും വെയിറ്റ് കൂടിയ ഉരുളിയാണ് എപ്പോഴും നമുക്ക് ബെറ്റർ. അപ്പം അടിയെല്ലാം പിടിക്കും. അപ്പം ഇങ്ങനെയുള്ള ഉരുളിയാണ് ഞാനിതിപ്പം നമ്മുടെ ഗ്യാസിൽ വെക്കാവുന്ന ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല. ഏതാണ്ട് 4 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു ഇത്. അപ്പം അതുപോലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം അതായത് മെയിൻ റോഡിൽ, അതായത് പരുമല മാന്നാർ റൂട്ടിലാണ്. ഇത് പ്ലാസ ഹാൻഡിക്രാഫ്റ്റ്സ് മാന്നാർ എന്നാണ് പേര്. അപ്പം
എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെല്ലണം. അവിടെ ചെന്ന് ചേട്ടൻ നമുക്ക് വേണ്ട പോലെ എല്ലാം കാണിച്ചു തരും. അതോടൊപ്പം തന്നെ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അവിടെ ആ സൈഡ് മുഴുവനും ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട്. പരുമല മാന്നാർ എന്ന് പറയുമ്പം തന്നെ ഫുള്ള് ഇതുപോലുള്ള കടകളാണ്. ഞാനിപ്പം പോയിരിക്കുന്നത് പ്ലാസ ഹാൻഡിക്രാഫ്റ്റ്സ് മാന്നാർ എന്ന് പറയുന്ന കടയിലാണ്. ഈ ചേട്ടനാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബെറ്ററായിട്ടുള്ള എല്ലാം ചെയ്തു തരും. ഇനി ഇത്ര ഓട്ടുരുളിയുടെ സീസണിങ്ങും കാര്യങ്ങളൊക്കെ ഇതിപ്പം ഫുള്ള് ഫിനിഷ് ചെയ്ത്, അതായത് നല്ല മിനുക്കിയിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ സാധാ പാത്രം യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അവർ പറഞ്ഞത്. എങ്കിലും നമുക്ക് സവാള ഇട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ച ശേഷം യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കഴുകിയെടുക്കാം. അല്ലാതെ ഒരുപാടൊന്നും ഇല്ല. സാധാ നമ്മൾ സ്ക്രബ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്ക്രബ് ഉപയോഗിക്കില്ല. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാം. പിന്നെ ചാരമൊക്കെ ഉപയോഗിച്ചാൽ ഒന്നുകൂടെ കളർ കിട്ടും. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ ഇതിൽ തന്നെയാണ് പായസമൊക്കെ വെക്കുന്നത്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാവേ. എന്തായാലും ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡാവില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നന്നായി കഴുകി തുടച്ച് നല്ല വെയിലത്ത് തന്നെ വെച്ച് ഉണക്കി നന്നായി തുടച്ച് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കളറൊന്നും ഫെയ്ഡാവില്ല, അതുപോലെ തന്നെ ഇരിക്കും. നമ്മളിത് കൂടുതലായിട്ട് വായുമായിട്ട് സമ്പർക്കം ചെയ്യുന്ന ഓക്സിഡേഷൻ വഴിയാണെന്ന് തോന്നുന്നു കളർ ഫെയ്ഡാവുന്നതൊക്കെ. ഓക്കെ, അപ്പം നന്നായി ഫിനിഷ് ചെയ്തിരിക്കുന്ന പാത്രമായതുകൊണ്ട്, അതായത് പണ്ടത്തെ പാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ഗ്ലേസിങ് എന്താ പറയുന്നത് ഇതുപോലെ കാണില്ല. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സവാള അരിഞ്ഞിട്ട് നിറയെ വെള്ളം വെച്ച് തിളപ്പിച്ച ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും ഇത് പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല. ഈ കടയുടെ പേര് പ്ലാസ ഹാൻഡിക്രാഫ്റ്റ്സ് എന്നാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്കെല്ലാം ഇതേ തന്നെ ഫോൺ നമ്പറും ഉണ്ട്. ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ദൂരെ ഇരിക്കുന്നവർക്ക് ഇതുപോലുള്ള ഉരുളിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പുള്ളി അത് അയച്ചു തരും. എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.